ഹേ ഗായ്സ്, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കയറുന്ന ഞങ്ങളെ കുണ്ടാണ്. രാധ മനസ്സമാനത്തോട് കിടന്ന് നോക്കുന്നുണ്ട്. എനിക്ക് കോഴി മീങ്ങുന്നു തന്നെ സുഖം പറഞ്ഞേക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഗോതമ്പ് മീങ്ങിട്ടാകുമ്പോണ്ടായ അറുവല കണ്ടില്ലല്ലോ. ഇന്നിന് കോഴി മീങ്ങിട്ട് എന്തെല്ലാം ഒന്ന് ചെല്ലാൻ കഴിയില്ല. നേരെ മീൻ കൊണ്ട് വരണം. ഉമ്മാൻ്റെ ഓരോരോ കൗസല്ലേ നമ്മളെ കുണ്ട് കയറുന്നതാണ്. പണ്ടല്ലിയിൽ പാഞ്ഞോണ്ടല്ല കയറുന്നെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഇത് ഒന്ന് കയറി വെക്കുന്ന ശ്വാസം സേങ്ങാങ്ങിന്ന് ഉമ്മ യോളുണ്ട്. യോളൊക്കെയാണ് ഉമ്മനെ കോഴി മേങ്ങാൻ പറഞ്ഞേക്കുന്നുള്ളത്. ഇനി വന്നിട്ട് നേരായിട്ടാണ് ഇന്ന് എത്ര വട്ടം വീടൊക്കെ വരണ്ട. അതല്ല പണ്ടില്ല ഉമ്മ ഞമ്മ എന്തെങ്കാക്കുമ്പോൾ ചോദിക്കും, നിങ്ങെന്ത് ആണ് പുള്ളറാന്ന് ആണിനൊക്കെ കളിക്കുന്നതെന്ന്. എന്നിട്ട് ഇപ്പോൾ നോക്ക്, ആണ് പുള്ളറ കവൽ സുബിക്ക് ഇറച്ചിക്കും കോഴിക്കും പറഞ്ഞേക്കുന്നത്. എൻ്റെ ഉമ്മ ഡെയിലി രാവിലെ സമയം പറഞ്ഞെങ്കിൽ തീരല്ല. ഇങ്ങനത്തെ എല്ലാ കൗസല്യാന്ന് ഉമ്മക്ക്. ഇവാണ് നായി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് കാലത്തുനിന്ന്. റൈഡർ സുബൈദാൻ്റെ വണ്ടി ഇവിടെയാ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഹെൽമെറ്റ് ഇല്ലാടാ? ഇല്ലേ, എടുത്തോ. ദിസ് ഈസ് മൈ നാട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നാട്. അടുത്ത് പാർല ബിസ്ക്കറ്റ് പണിയുന്ന റബ്ബ്. നമ്മങ്ങനെ ചിക്കൻ മീൻ കൊണ്ട് വന്നതാ. നല്ല വെയിറ്റ് ഉണ്ട്. ബീഫ് മേടിച്ചോണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഒരു വിചാരമുണ്ട്, നമ്മളെ കൊണ്ട് എന്തും കയ്യിലാണ്. ഇന്നലെ പറഞ്ഞത് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഭയങ്കര പരാജയം. ഫസ്റ്റത്തെ സാജിയോരൊക്കെ കൂടിയിട്ട് ഒരു ഡയലോഗ് കിട്ടി. ഉമ്മാൻ്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഭയങ്കര പരാജയം. അതായത് ഫസ്റ്റത്തെ മോളോളും ലാസ്റ്റത്തെ മോളായ ഞാനും ഭയങ്കര പരാജയം. ഇന്ന് കാണിച്ചു കൊടുക്കണം. ഇന്ന് ഓള് ഉറങ്ങിയിട്ട് എണിച്ചിട്ട് പോലും ഉണ്ടാവില്ല സാജി. അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ഇന്നലെ ഭയങ്കര പറഞ്ഞ ഞങ്ങളെ കൊണ്ടത്. പണ്ട് നമ്മളോട് ഉമ്മ മുറ്റടിക്കാൻ അതാക്കാൻ ഇതാക്കാനല്ല ചെല്ലും പെണ്ണക്കളോട്. പക്ഷെ ഇപ്പൊ നമ്മളോടൊന്നും ചെല്ലില്ല. കാരണം നമ്മളോട് ചെല്ലിയൊരു കാര്യമില്ല. പക്ഷെ ഇപ്പൊ ഒരു ഗുണമുണ്ട്. ഇപ്പൊ എൻ്റെ ഏട്ടത്തിയാറ് മക്കളും ഉമ്മ കളത്തിൽ ഇറക്കീന്. എൻ്റെ ഏട്ടത്തിയാറ് മക്കള് ഉമ്മ കളത്തിൽ ഇറക്കീന്. കണ്ടാ എൻ്റെ ഉമ്മക്ക് മുറ്റടിച്ചു കൊടുക്കുന്നത്. അമിനെ ഇച്ച ഇവിടെ ഉണ്ടണ്ടാ അശ്വേ സാജിന്റെ ഐഷ. ഇന്ന് ഉച്ചക്കുള്ള ഫുഡ് സാജിൻ്റെ വകയായിരുന്നു. നമ്മൾ ശരിക്കും ബറാത്തുള്ള ദിവസമല്ല നമ്മൾ ഇതാക്കിയത്. നമ്മൾ കുറേ ദിവസം മുമ്പാണ്. കാരണം ശരിക്കുള്ള ബറാത്തിൻ്റെ അന്ന് ഞങ്ങൾ ആരും പൊരിലുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും വരാൻ കഴിയുന്നന്ന് ഞങ്ങൾ ഏസിലുൻ്റെ കോടി ബറാത്ത് നമ്മൾ അങ്ങനെയാണ് കഴിച്ചത്. ബെലിങ്ങനൊന്നും ആക്കിയിട്ടില്ല. നമ്മളെ ബാബിൻ്റെ പൊരക്കാറും പിന്നെ ഞങ്ങൾ പെണ്ണൊക്കെ ഒന്ന് കൂടുമ്പോൾ വലിയ മംഗലപ്പൊരക്ക് പോലെ എൻ്റെ പൊരില്. പിന്നെ പച്ചി എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല ഉണ്ടാവും. പിന്നെ പൊരിലൊരു പരിപാടി ഉണ്ടാകുമ്പോഴുള്ള ചില് വേറൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പൊരിലെ പാത്രം കൊന്നവർക്ക് മാത്രം ഇഷ്ടമല്ല. പൊരിലിങ്ങനെ പരിപാടിയെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചോറായിട്ട് പിന്നെ ടേസ്റ്റ് വെക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്തൊരു ചോറ് ബീച്ചിട്ടല്ലോ ആയി. അതങ്ങൾക്ക് അങ്ങനെ എൻ്റെ പൊരിൽ ഇപ്പോൾ ഫസ്റ്റ് ചോറ് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് തിന്ന് നോക്കണം, അല്ലാണ്ട് നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ബറാത്തിന് കഞ്ഞി വെക്കാണ്ടിരിക്കലല്ല, ഉമ്മ അന്ന് കഞ്ഞിയും വെച്ചിന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. പൊരത്തെ ഉമ്മാൻ്റെ പുള്ളിക്കളെല്ലാം പുറത്തിരുത്തിട്ട് ഇങ്ങനെ കൊടുത്തു. ഉള്ളിലിട്ടും കറ്റിങ് എല്ലാം പോറിയിട്ടു. അതുകൊണ്ട് പുറത്തിരുന്ന് പിന്നെ പുള്ളറ് കഴിക്കാൻ വെക്കുന്ന ഞാനും കഴിക്കും. കാരണം പൊരലത്തെ ഏറ്റവും ചെറുത് ഞാനല്ലോ. അപ്പോൾ പുള്ളറൊക്കെ ഞാനും കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴെല്ലാം സാജിയെല്ലാം പോകാൻ കഴിഞ്ഞു. ഓൾക്ക് എന്തായാലും മാപ്പിളുടെ അടുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഉപ്പ തൈ നട്ടതിൻ്റെ ചട്ടി കൊണ്ടുപോകുന്ന കണ്ടാ. എല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓരെല്ലാം പോവില്ല. അപ്പോൾ ഭയങ്കര ബേജാറാണ്, ഭയങ്കര കരക്കരാണ് നമുക്ക് പൊല്ലുക്കുമ്പോക്കെന്ന്. പറഞ്ഞ 5 മണിക്ക് പോവാണ്. 5 മണിക്ക് പോവാൻ തുറത്തിട്ട് 5 മണി നമുക്ക് കൊണ്ട് സുബിതാന്റെ മൂത്ത മോന് പറയും, ഞാൻ മാമന്റെ അടുക്കിന് വരില്ല, ഇത് തോപ്പിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് തോപ്പിച്ചോണ്ടെന്ന് ഓരോട് പറഞ്ഞിട്ടുണ്ടായി. 5 മണിക്ക് പോവാന്ന് പോകുന്നുണ്ട്. ആടറാ പോന്നേ തോട്ടത്തിൽ എന്തിനാണ് മൂത്ത ഇങ്ങനെ എല്ലാക്കിട്ട് വെച്ചിട്ടുണ്ട്. തോട്ടത്തിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഓർക്ക് ഒരിത് എടാ വെള്ളമെല്ലാം മാറ്റി മീനെല്ലാം ചത്താന്തോ. മീനൊന്നുമില്ല. നോക്കട്ടെ, മീനെല്ലാം പിടിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നെയാണ്. എല്ലാം പോയി മോളന്മാർ.
ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കുറേ എടുക്കാനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. കാരണം ഇന്നലെ മുതലേ പൊരിലുള്ള പരിപാടികൾ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര സൗണ്ടും ഫിസിക്കലിയും പിന്നെ ഭയങ്കര ഭയങ്കര ഒച്ചപ്പാടും പാടുമെല്ലാം ആയിട്ട് ഇന്ന് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല നമുക്ക്. എന്നെല്ലാവരും പോകുന്നു, സുബൈദ പോകുന്നു, സാജി പോയി, പച്ചി പോകുന്നു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നാളെ പോകും തിരിച്ചു. ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച. നാളെ തിങ്കളാഴ്ച. ഞാൻ നാളെ ചിലപ്പോൾ രാവിലെ പോവും, ഇല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന്. അടുത്ത വീഡിയോ കാണാം.